എപ്പോ നോക്കിയാലാണ് നന്ദിനി അവന്റെ പിറകെല്ലേ നടക്കുന്നത്. അവൻ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി അളിയാ, അവനെ ഞാൻ പൊക്കാം. വേണ്ടടാ, വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എല്ലാരും 4 6 ഒക്കെ അടിക്കുന്നുണ്ട്. എന്നാ അവന്മാര് എനിക്ക് ബാറ്റിംഗ് തരുന്നുണ്ടോ? അതുപോലെ എന്താ ഇങ്ങോട്ട് വാടാ, വാ. എപ്പോ നോക്കില്ല അവൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കില്ല. ഞാൻ എന്റെ ഫ്രണ്ടല്ലേ, ഇങ്ങോട്ട് ഇരിക്കടാ. നിങ്ങൾ കാര്യം പറ. അല്ല ഗോപാലെ, പ്രഭയെ കാണാൻ വേണ്ടി ഒരു പെണ്ണ് വന്നിരുന്നില്ലേ? ആരാടാ അവള്? അത് പിന്നെ അതായത് ആ പെണ്ണിനെ അവൻ വളയ്ക്കാനെങ്ങാൻ ശ്രമിക്കുകയാണോ? അവനൊന്നും ചെയ്തില്ല. അവളാ അവന്റെ പുറകെ നടക്കുന്നേ. ഓ അങ്ങനെയാണോ? അവളുടെ അച്ഛനാണെങ്കിൽ വലിയ റൗഡിയല്ലേ. അയാളുടെ മോളെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് വരട്ടി. പ്രഭയാണെങ്കിൽ നന്ദിനിയെ സ്നേഹിക്കുന്നുവെന്ന് കള്ളക്കഥ പറഞ്ഞ് അവിടെ നിന്ന് എസ്കേപ്പ് ആയി. അറിയാമോ? അയാളുടെ പേരെന്താ? പുതിയ ബ്രാൻഡ് കിട്ടിയടാ. അയാളുടെ പേര് പറടാ. മക്കളെ കഴിച്ചായിരുന്നോ? അങ്കിൾ പൊക്കോ, ഞങ്ങൾ പിന്നെ ഒന്ന് കഴിച്ചോളാം. അല്ല ഇവനെന്താ പറ്റിയേ? അങ്കിൾ പറഞ്ഞില്ല ഞങ്ങൾ പിന്നെ ഒന്ന് കഴിച്ചോളാന്ന്. പൊക്കോ. ഒരു മിനിറ്റ് ഇവന്റെ ഒരു കാര്യം എപ്പോഴും കൃത്യസമയത്ത് എന്തെങ്കിലും കഴിച്ചോണ്ടിരിക്കണം. എനിക്ക് നന്ദിനിയെ വേണോടാ. നീ വിഷമിക്കണ്ടാ, അത് ഞാനേറ്റു. മോനെ പ്രഭേ, ഒന്നിവിടെ വാടാ. ഈ സൂചിയിലൊന്ന് നൂല് കോർത്ത് തന്നെ. ഇങ്ങ് വരാനാ പറഞ്ഞെ. വരുന്നെന്റെ അമ്മേ. മോനെ പ്രഭ, എന്റെ മൊബൈൽ ഞാൻ എവിടെയാ വെച്ചത്? ഓ, എന്താ ഇത്? അയൺ ബോക്സ് ഷർട്ടിന് മുകളിൽ ഓഫ് ചെയ്യാതെ വെച്ചിട്ട് പോയിരിക്കുന്നു. ഇവന്റെ ഒരു കാര്യം. ഡാഡി, എന്താ പറ്റിയേ? അയൺ ബോക്സ് ആരും തുടരുത്, ഷോക്ക് അടിക്കുന്നുണ്ട്. അയ്യോ, എന്തു പറ്റി? വേദനയുണ്ടോ? നിക്കടാ അവിടെ. ഋഷി പ്രഭേനെ അടിക്കാൻ പറ്റത്തല്ല. ഏയ് നിക്കടാ, എന്തിനാ അവൻ അടിക്കുന്നേ? നിനക്കൊന്നും അറിയില്ല ഋഷി. എന്തറിയില്ലെന്നാടാ? പറയുന്ന കേക്ക്. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നിർത്തടാ. ഡാഡിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഒരു അക്ഷരം മിണ്ടരുത്. ആദ്യം നീ അവനോട് പോയി സോറി പറ. ഡാഡി, എന്താ നടന്നതെന്ന് അറിയാതെ എന്നോട് സോറി പറയാനോ? സോറി പറയാൻ പറഞ്ഞപ്പോ എന്താണ് ഈ ഒരു ചെറിയ കാര്യത്തിന് ഇവരൊക്കെ വളർന്നു പോയത്? കാര്യം എന്നെ ഫ്രണ്ട്സിനെ അടിക്കുന്നതാണ് നിങ്ങൾക്ക് ചെറിയ കാര്യം. മോനെ ഋഷി, അങ്കിളെ ഇപ്പൊ തീരുമാനിക്കണം. ഈ വീട്ടിൽ ഞാൻ വേണം, അവൻ വേണം. എന്താണോ സംസാരിക്കുന്നത്? വഴക്കുണ്ടാക്കാതെ പോടാ. മിണ്ടരിടാ. ഋഷി, ഐ എം വെരി സോറി. അവൻ ചെയ്തത് തെറ്റ് തന്നെയാ. ഋഷി, അവനെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞേക്കാം. നീ ഇവിടെ തന്നെ ഉണ്ടാവണം. പോവാൻ നോക്ക്. I say you get out. നിന്റെ മോനോട് എന്തിനാ പോകാൻ പറഞ്ഞേ? നീ ഒന്നും പറയണ്ട. എന്തിന്? നീ കുടിച്ചിട്ടാ സംസാരിക്കുന്നത്. മാറി നിൽക്കാൻ. ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ പറയുന്ന കേൾക്ക്. നീയും ഇവിടുന്ന് പോയേ പറ്റൂ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് സത്യം. നീ പോ. പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇറങ്ങിപ്പോ. എന്താണ് ഇത്? സ്വന്തം മോനോട് വീട്ടിൽ നിന്ന് പോകാൻ പറയുന്നോ? നിനക്കെന്താ പറ്റിയത്? ഇവൻ ഇവിടെ നിന്നാ നമ്മുടെ 30 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവുമെന്ന് എനിക്ക് പേടിയാവുന്നു. ഡാഡി എന്തിനാ എന്നെ ഓർത്ത് വിഷമിക്കുന്നത്? ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. ഞാൻ പറയുന്നു, ഒന്ന് കേൾക്കണം. ആരും ഒന്നും മിണ്ടിപ്പോവരുത്. എല്ലാരും അകത്ത് പോ. Go, go, go back. I am sorry. ഞാൻ അറിഞ്ഞോണ്ടല്ല ഋഷി അടിച്ചത്. എന്നോട് ക്ഷമിക്കണം. നീയാടാ എന്നോട് ക്ഷമിക്കേണ്ടത്. സത്യത്തിൽ അവൻ എന്റെ മോനല്ല.
ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടമാകാതിരിക്കാനാണ് ഞാൻ മിണ്ടാതിരുന്നത്. ഇല്ലെങ്കിൽ സത്യം ആ സമയം പറഞ്ഞേനെ. ഋഷി എൻ്റെ മകനാണെന്ന് നിന്റെ അച്ഛനാണ് പറയാൻ പറഞ്ഞത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാനെന്നാ ഇറങ്ങാം ഡാഡി. ഇത്രയും നാളും ഡാഡിക്ക് ഞാനാണെല്ലാം എന്ന് കരുതി. എന്നാലല്ല, ഡാഡി എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നും അറിയാം. ആരാ ഡാഡി ആ ഋഷി? മോൻ ചോദിക്കുന്നു കേട്ടില്ലേ? ഉത്തരം പറ. അങ്ങനെ പറയില്ലടാ, ഞാൻ പറയാം. രാജേശ്വരി, എന്റെ മോനോട് ഞാൻ പറയും. പ്രഭേ, നിന്റെ അച്ഛനോട് 20 വർഷമായി മിണ്ടാതിരുന്ന കാരണവര് വീട്ടിലേക്ക് ആളയച്ചു വരുത്തി. ഇപ്പോഴെങ്കിലും എന്നെ ഈ വീട്ടിനകത്ത് കയറ്റിയല്ലോ, അതിലൊരുപാട് സന്തോഷമുണ്ട്. എന്നോട് ക്ഷമിച്ചെന്നും കൂടി ഒരു വാക്ക് പറഞ്ഞാ മനസ്സിന് സമാധാനം കിട്ടും. നടന്നതെല്ലാം വിട്ടേക്ക് ചേട്ടാ. ഇനിയുള്ള കാര്യങ്ങൾ ചേട്ടൻ വിചാരിച്ചാലേ നടക്കൂ. എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ടില്ലായിരുന്നോ? അന്നെന്റെ മോൻ അവിടെ വെച്ച് വിശ്വേട്ടന്റെ മോളെ കണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവളെ മാത്രമേ കല്യാണം കഴിക്കുന്നുള്ള വാശിയില്ല അവനിപ്പോ. പേരക്കുട്ടിയുടെ ആഗ്രഹമല്ലേ എന്ന് കരുതിയാ അച്ഛൻ പോലും എല്ലാ പിണക്കങ്ങളും മറന്ന് ഇതിന് സമ്മതിച്ചത്. ഋഷി, നമസ്കാരം കിളെ. വാ മോനെ, നീ ഇരിക്കേ. വിശ്വേട്ടനോട് സംസാരിക്കാൻ ഈഗോ സമ്മതിക്കാത്തോണ്ടാ അച്ഛൻ ഏട്ടനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഈ കല്യാണം ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം. എന്റെ തല പണയം വെച്ചിട്ടാണെങ്കിലും വിശ്വനാഥനെ സമ്മതിപ്പിച്ച് ഈ കല്യാണം ഞാൻ നടത്തിത്തരാം. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഇതിലെന്താ പ്രശ്നം? എടാ, എനിക്കതിൽ എതിർപ്പില്ലടാ. എന്നാൽ എൻ്റെ പ്രേമത്തെ അംഗീകരിക്കാത്ത എൻ്റെ അച്ഛനെയും എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അറ്റ്ലീസ്റ്റ് ചടങ്ങിന് പോലും എത്താത്ത എൻ്റെ ബന്ധുക്കളെയും നന്ദിനിക്ക് ഇഷ്ടമല്ല. തീർച്ചയായിട്ടും നന്ദിനി ഇതിന് സമ്മതിക്കില്ല. ഡോൺ വറിഡ, ഒരു കാര്യം ചെയ്യാം. എന്തായാലും നമ്മളെല്ലാരും ഇവിടെ 10 ദിവസമെങ്കിലും ഉണ്ടാവുമല്ലോ. ഋഷിയെ നമ്മുടെ മധുസൂദനന്റെ മകനാന്നും പറഞ്ഞ് അങ്ങ് പരിചയപ്പെടുത്തി കളയാം. രണ്ടുപേരും നന്നായി പഠിച്ചവരാ, ഈസി ആയിട്ട് ഫ്രണ്ട്സ് ആവും. അവർ നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയതിനു ശേഷം നമുക്ക് നന്ദിനിയോട് പറഞ്ഞ് കല്യാണത്തിന് സമ്മതിപ്പിക്കാം. ഡാ, നീയും നിന്റെ അച്ഛനും ഒന്നിക്കണോടാ. എന്ന് നീ നന്ദിനിയോട് ക്ലോസ് ആയി ഇടപഴകുന്നത് കണ്ടിട്ട് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റുമോ എന്നുള്ള പേടി കൊണ്ടാണ് നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് മോനെ. ഇത്രയുള്ളോ കാര്യങ്ങള്? എന്തിനായിരുന്നു ഇങ്ങനെ ഒരു അഭിനയമൊക്കെ? നന്ദിനിയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടത് സത്യം തന്നെയാണ് ഡാഡി. പക്ഷെ പ്രപ്പോസ് ചെയ്തില്ല. നന്ദിനിക്ക് എന്നോടും വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് ഡാഡിക്ക് പേടിക്കേണ്ട ഒരു കാരണവും ഇല്ല ഇതിനകത്ത്. എനിക്കെന്റെ ഡാഡിയാണ് വലുത്. ഡാഡിയാണ് എനിക്കെല്ലാം. ഡാഡിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. ഇതെല്ലാം മറന്നിട്ട് ഈ വിവാഹം ഡാഡി നടത്തി കൊടുക്കണം. അച്ഛനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാം. സ്വന്തം മോനെ മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രഭ, ഇവിടുന്ന് പോവാണോ? ഓ, കിട്ടിയോ? കിട്ടിയില്ല ചേച്ചി. നല്ലോണം ഒന്നുകൂടെ ശരി ചേച്ചി. പ്രഭ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എനിക്ക് പ്രിയപ്പെട്ട ഒരു മാല എന്റെ കയ്യിന്ന് കളഞ്ഞുപോയി. അതെന്റെ ജീവനാ. കണ്ടുപിടിച്ചു തരാമോ പ്ലീസ്? ഒരുപാട് ജീവനാണെന്നല്ലേ പറഞ്ഞേ. എവിടെയും പോവില്ല. നന്നായി നോക്ക്, നിന്നിലുണ്ടാവും. ബൈ.
നീ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടല്ലോ. ഡാൻസ് നിനക്കും ചെയ്യാലോ അത്. എനിക്ക് നിന്നെ പോലെ ഡാൻസ് കളിക്കാൻ അറിയില്ലല്ലോ. നീ വിഷമിക്കണ്ട, നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. എങ്ങനെ പഠിപ്പിച്ചു തരാനാ? ഞാൻ സ്വിറ്റ്സർലാൻഡിലേക്ക് പോവല്ലേ. നന്ദിനി, നീ സ്വിറ്റ്സർലൻഡ് പോയ എന്നെ മറക്കോ? ഞാൻ എന്തൊക്കെ മറന്നാലും നിന്നെ മാത്രം ഒരിക്കലും മറക്കില്ല പ്രഭാസ്. അതെനിക്കറിയാം. ഇത് നിനക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. ഇതാ വാങ്ങിച്ചോ. താങ്ക് യു. ഇഷ്ടായോ? സൂപ്പർ ആയിട്ടുണ്ട്. അതെന്റെ ജീവനാ. പ്രഭാ, റൂമിൽ മുഴുവൻ നോക്കി, എവിടെയും കണ്ടില്ല. നിനക്ക് കിട്ടിയോ? കിട്ടിയില്ല എനിക്ക്. പ്രഭ, അവിടെ നിൽക്ക്. സത്യമായിട്ട് നിനക്കത് കിട്ടിയില്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? എന്തിനാ കള്ളം പറയുന്നേ? നീ അത് എടുക്കുന്ന ഞാൻ കണ്ടു. നീ കാണാൻ വേണ്ടി ഞാനാ അത് അവിടെ ഇട്ട്. ഇനി നിനക്കത് മനസ്സിലായില്ലേ? ഇന്ത്യയിലേക്ക് വന്നത് നിനക്ക് വേണ്ടിയോ പ്രഭ? അന്ന് റെയിൽവേ ഗേറ്റിൽ വെച്ച് നിന്നെ കണ്ടപ്പോ, കുഞ്ഞുനാളിൽ എന്നെ കാണുമ്പോ നിനക്ക് എത്ര സന്തോഷം ഉണ്ടായിരുന്നോ? അതേ സന്തോഷം ആ നിമിഷം നിന്റെ കണ്ണുകളിലും ഞാൻ കണ്ടു. നിന്റെ മനസ്സിൽ ഞാനല്ലാതെ മറ്റാരുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയാ ഇത്രയും നാളെ നിന്നെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ അഭിനയിച്ച. നീ എനിക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യവും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂട്ടിയിട്ടേ ഉള്ളൂ. മറ്റൊരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം നീ എന്നെ സ്നേഹിച്ചു, ഞാൻ നിന്നെ സ്നേഹിച്ചു. നമ്മളുടെ ഈ സ്നേഹം എന്നും ഉണ്ടാവണം. ഇനി എനിക്ക് പറ്റില്ല പ്രഭ. ഐ ലവ് യു. ഐ ലവ് യു പ്രഭ. നന്ദിനി